സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 118, 17 തിരുവചനം. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 118 സങ്കീർത്തനം 17 തിരുവചനത്തിൽ ഒരു ഭക്തൻ്റെ പ്രത്യാശയാണ് നാം കാണുന്നത്. ഈ ഭക്തൻ വളരെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന സമയം, മരണകരമായ ജീവിത സാഹചര്യങ്ങൾ. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതുപോലെ നിന്ദയും പരിഹാസവും വേദനയും മറ്റുള്ളവരിൽ നിന്ന് സഹതാപം ലഭിക്കാതെ പോകുന്ന അവസ്ഥ, ആശ്വാസം ലഭിക്കാതെ പോകുന്ന അവസ്ഥ, ഇങ്ങനെ ജീവിത പ്രയാണത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥ. ഈ അവസ്ഥയിൽ ഈ സങ്കീർത്തനക്കാരൻ സ്വയം ബലപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതുപോലെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അഥവാ പ്രതികൂലങ്ങളുടെ നിമിഷങ്ങളിൽ നമുക്ക് നിലനിന്നേ മതിയാവൂ, മുമ്പോട്ട് പോയേ മതിയാവൂ. അതിന് നമുക്ക് ആവശ്യം ദൈവത്തിലുള്ള ശരണമാണ്, ദൈവത്തിലുള്ള അഭയം പ്രാപിക്കലാണ്, ആശ്രയമാണ്. 118 സങ്കീർത്തനം 17 വാക്യത്തിൽ ഇവിടെ സങ്കീർത്തനക്കാരൻ അതാണ് ചെയ്യുന്നത്. സകല ശത്രുക്കളും തേനീച്ച പോലെ തന്നെ ചുറ്റി വളഞ്ഞപ്പോൾ, അതുപോലെ ശത്രുക്കൾ ഈ സങ്കീർത്തനക്കാരനെ അറുപ്പാനും മുടിപ്പാനും നശിപ്പിക്കുവാനും ചുറ്റി വളഞ്ഞപ്പോൾ, എല്ലാം അവസാനിക്കും എന്ന അവസ്ഥ വന്നപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഇല്ല, ഞാൻ മരിക്കുകയില്ല. ഇവർ എന്നെ കൊല്ലുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഞാൻ ജീവിച്ചിരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് പ്രതീക്ഷയും വിശ്വാസവും പ്രത്യാശയും പ്രഖ്യാപിക്കുകയാണ് ഈ സങ്കീർത്തനക്കാരൻ ചെയ്യുന്നത്. സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയ സഹോദര സഹോദരി, അതിജീവന മാർഗം, ഈ വിഷയമാണ് നാം കഴിഞ്ഞ ദിവസവും ഇന്നും ധ്യാനിക്കുന്നത്. പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ നമ്മെ വലയം ചെയ്ത് മുന്നോട്ടുള്ള പ്രയാണം ദുസ്സഹമാക്കുമ്പോൾ ഈ സങ്കീർത്തനക്കാരനെ പോലെ സ്വയം ബലപ്പെടുത്തുവാൻ, ദൈവത്തിൽ ചാരിക്കൊണ്ട് സ്വയം ബലപ്പെടുവാൻ നമുക്ക് കഴിയണം. 43 സങ്കീർത്തനം 5 തിരുവചനത്തിൽ സ്വയം ബലപ്പെടുത്തുന്ന, ദൈവത്തെ ചാരിക്കൊണ്ട് സ്വയം ബലപ്പെടുത്തുന്ന മറ്റൊരു തിരുവചനം നാം കാണുകയാണ്. സങ്കീർത്തനം 43 5 തിരുവചനം. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവിടുന്ന് എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാവുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും ദൈവത്തെ സ്തുതിക്കും. ഇവിടെയും സങ്കീർത്തനക്കാരൻ ഒരു ഇനിയും എന്ന് ആവർത്തിച്ച് പറയുകയാണ്. കഷ്ടതയുടെ മധ്യ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇനിയും ദൈവത്തെ സ്തുതിക്കും, ഞാൻ ഇനിയും ദൈവത്തെ ആരാധിക്കും, ഞാൻ ഇനിയും ദൈവത്തെ മഹത്വപ്പെടുത്തും, എനിക്കിനിയും ദൈവാലയത്തിൽ പോകുവാനും ദൈവത്തെ ആരാധിക്കുവാനുള്ള ഭാഗ്യം ദൈവം തരും. നീ ഇങ്ങനെ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങി സ്വയം നശിച്ചു പോകരുത്, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്ന് ഇവിടെ സങ്കീർത്തനക്കാരന് സ്വയം തന്നോട് തന്നെ പ്രഖ്യാപിക്കുകയാണ്.
പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്കും ഈ സങ്കീർത്തന രചയിതാക്കളെ മാതൃകയാക്കാം. ദൈവത്തിൽ ചാരിക്കൊണ്ട് ദൈവവിശ്വാസത്തിലും ദൈവത്തിലുള്ള പ്രത്യാശയിലും ആശ്രയത്തിലും സ്വയം ബലപ്പെടാം. കർത്താവിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഈ തിരുവചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സർവായുധങ്ങൾ ധരിച്ചിടുക.